റഷ്യയുടെ കാംചാക്ക തീരത്ത് വൻ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 8.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്ക, ജപ്പാൻ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എസ്കെൻ. റഷ്യയുടെ കിഴക്ക് ഏകദേശം 85 കിലോമീറ്റർ ദൂരത്തുള്ള കാംചാക്ക ഉപദ്വീപിലാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 12 കിലോമീറ്റർ ആഴത്തിലൊക്കെ ഇത് അനുഭവപ്പെട്ടു എന്നാണ് US ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. റിക്ടർ സ്കെയിലിൽ 8.7 തീവ്രത വരെ രേഖപ്പെടുത്തിയിരുന്നു. 2011 വടക്ക് കിഴക്കൻ ജപ്പാനിൽ നടന്ന ശക്തമായ ഒരു ഭൂകമ്പത്തിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ഭൂകമ്പമാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. അന്ന് 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഒരു മെഗാ ഭൂകമ്പമായിരുന്നു അന്ന് ജപ്പാനിൽ സംഭവിച്ചത്. ഇതോടെ ഇപ്പം ഈ റഷ്യയിൽ സംഭവിച്ചതോടെ ഇതിന്റെ ഒരു തുടർച്ച അമേരിക്കയുടെ വടക്കൻ മേഖലയിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് US കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുന്നത്. US വെസ്റ്റ് കോസ്റ്റിലുള്ള പ്രദേശങ്ങൾ, അലാസ്ക, ഹവായി, ബ്രിട്ടീഷ് കൊളംബിയ എന്നിവിടങ്ങളിലെല്ലാം സുനാമിയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പസഫിക് ടൈം 11:30 മുതൽ പുലർച്ചെ 2 മണി വരെ ആണ് ഈ മുന്നറിയിപ്പ് ഉണ്ടാകുന്നത്. അത് ഹവായിലാകട്ടെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ജപ്പാന്റെ പസഫിക് തീരങ്ങളിലുള്ളവർക്കും സമാന രീതിയിലുള്ള മുന്നറിയിപ്പ് പോയിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടി വടക്കൻ ഹൊക്കൈഡോയിൽ ഏകദേശം 3 മുതൽ 10 അടി വരെ വെള്ളം സുനാമിയുടെ രൂപത്തിൽ ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്.